പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടന്ന യുദ്ധം സത്യത്തിൽ ഇറാൻ്റെ ഒരു ഉയിർപ്പായിരുന്നു, ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. ഇറാൻ എന്ന രാജ്യത്തിന് സ്വയം അഭിമാനം തോന്നിയ നിമിഷങ്ങളുണ്ടോ എന്നൊരന്വേഷണം അത് വളരെ കൗതുകകരവും രസകരവുമായിരിക്കും, അർത്ഥപൂർണവുമായിരിക്കും. കാരണം ഒരു സുപ്രഭാതത്തിൽ ഉണരുമ്പോൾ അല്ലെങ്കിൽ ഉറക്കമെഴുന്നേൽക്കുമ്പോൾ ഒരു രാജ്യം കേൾക്കുന്നത് ആ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവായ ഒരു വൃദ്ധനായ മനുഷ്യനെ കൊന്നു, ആ കൊട്ടാരം ആക്രമിച്ചു, എല്ലാം തകർത്തുകൊണ്ടൊരു യുദ്ധം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തുടങ്ങുന്നു എന്ന വാർത്തയാണ്. തയ്യാറെടുപ്പുകളില്ലാത്ത രാജ്യം, വേറൊന്നുമില്ലാത്ത രാജ്യം, ആകെയുള്ളത് വിശ്വാസത്തിൻ്റെ കരുത്ത്, തൻ്റെ ഇടം. വിശ്വാസത്തിൻ്റെ കരുത്തെന്ന് പറയുമ്പോൾ വിസ്ഡം മുജാഹിദുകാർക്കൊന്നും തോന്നരുത്. ഇത് മനുഷ്യൻ്റെ കരുത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങൾ അവർ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്നുള്ളത് അവിടുത്തെ പാലത്തിൻ്റെ അടുത്ത് വെച്ച് നിങ്ങൾ തീരുമാനിച്ചോ. ഇത് ഈ ഭൂമിയിലെ കാര്യമാണ് പറയുന്നത്. കരുത്തിൻ്റെ പോരാളികളായിട്ടാണ് അവർ എഴുന്നേറ്റ് നിന്നത്. അവർക്ക് അഭിമാനം തോന്നിയ ചില നിമിഷങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അത്തരം തോന്നിയ ചില നിമിഷങ്ങളെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ഒന്നെന്താണെന്നറിയോ? എല്ലാ ഉപരോധങ്ങളെയും മറികടന്ന് ഇൻഡിജീനിയസായി സ്വന്തം നിലയിൽ മറ്റൊന്നുമില്ലാതെ അവിടുത്തെ എഞ്ചിനീയർമാരുടെ ബുദ്ധി കൊണ്ട്, അവരുടെ അർപ്പണ മനോഭാവം കൊണ്ട് അവർ ഉണ്ടാക്കിയ മിസൈലുകൾ ഒരുപാട് സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ എല്ലാവർക്കും തരാം, എല്ലാ രാജ്യങ്ങളും സംരക്ഷിക്കാൻ കാശ് തന്നാൽ മതി എന്ന് പറഞ്ഞ് ഇസ്രയേൽ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന അയൺ ഡോമിനെയും അവരുടെ ആരോ പ്രതിരോധ സംവിധാനത്തെയുമൊക്കെ ഈ സ്വയം വികസിപ്പിച്ച മിസൈലുകൾ ചെന്ന് ആക്രമിച്ച് തകർക്കുമ്പോൾ ആ സംവിധാനവും സൈനികരും അതുണ്ടാക്കിയവരും അത് തൊടുത്തുവിട്ടവരും എല്ലാ കഷ്ടനഷ്ടങ്ങളുടെയും നടുവിൽ നിന്ന് അഭിമാനത്തോടെ തുള്ളിച്ചാടുന്നൊരു നിമിഷം ഉണ്ടാവും. അത് നമുക്കറിയാം, ഒരുപാട് പേർക്കറിയാം. അവനവൻ അധ്വാനം കൊണ്ട് ഡെവലപ്പ് ചെയ്ത സ്ഥാപനങ്ങളിലോ സ്ഥലത്തോ കഷ്ടപ്പെട്ട് വാങ്ങിയ സംഗതിയിലോ ഒക്കെ കയറിയിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ആ അധ്വാനം അത് എത്ര നാൾ കഴിഞ്ഞാലും ആ സന്തോഷം ഈ അധ്വാനിച്ചവന് കിട്ടും. അത്തരത്തിൽ ഒരു വലിയ സന്തോഷം അവരനുഭവിച്ചു. വലിയ വലിയ ശക്തികളുടെ സഹായം ഒന്നുമില്ലാതെയാണ് ഫത്താഹ് മിസൈൽ പോലെയുള്ള മിസൈലുകൾ വളരെ കൃത്യമായി ഇസ്രയേലിൻ്റെ സൈനിക താവളങ്ങളെ ഭേദിച്ച് അതിനുള്ളിൽ തുളച്ചു കയറിയത്. അതവർക്ക് ഉറപ്പായും വലിയ അഭിമാനം തോന്നിക്കാണും. കേൾക്കുമ്പോൾ നിങ്ങൾക്കും എനിക്കും തോന്നുന്നെങ്കിൽ ആ സന്ദർഭത്തിൽ അതുണ്ടാക്കി ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ അവരനുഭവിച്ച സന്തോഷം വലുതായിരിക്കും. രണ്ടാമത് അവർക്ക് കിട്ടിയ ഒരു സംഗതി എന്തായിരിക്കും എന്നറിയോ? നമ്മളെല്ലാം ജീവിതത്തിലെ ചില പരീക്ഷണം കഴിഞ്ഞ് പറയുമല്ലോ, ഇപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം വന്നു, എന്തും മറികടക്കാമെന്നുള്ളൊരു ബോധ്യം വന്നു എന്ന് പറഞ്ഞതുപോലെ പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളും അമേരിക്കയെ ഭയന്ന് പഞ്ചപുച്ഛമടക്കി അവർക്ക് കീഴ്പ്പെട്ട് നിൽക്കുമ്പോൾ അമേരിക്കയെപ്പോലൊരു വൻ ശക്തിയോട്, ഇസ്രയേലിനെ പോലെ സ്വയം പ്രഖ്യാപിത സാങ്കേതിക വിദ്യയുടെ വലിയ പുലിക്കുട്ടിയോട് ആരുടെയും സഹായമില്ലാതെ ഒരു പ്രതിരോധവും പ്രത്യാക്രമണവും എന്ന് പറയുന്നത് യുദ്ധചരിത്രത്തിൽ അപൂർവമാണ്. അടുത്ത് കിടക്കുന്നവർ പോലും ഇല്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ വിശ്വാസത്തിൽപ്പെട്ടവൻ പോലും അതിലൊരെണ്ണത്തിൽപ്പെട്ട ആൾ കിതാബെടുത്ത് ഇവൻ നരകത്തിലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഇത് മലയാളത്തിലായതെന്തായാലും വലിയ വിഷമമൊന്നും കാണത്തില്ല. അറബിലെങ്ങാണമാ പറഞ്ഞെങ്കിൽ അവർ ചങ്ക് പൊട്ടി മരിച്ചുപോയ നമ്മുടെ ബാലുശ്ശേരിയൊക്കെ പറഞ്ഞത്. ആ സന്ദർഭത്തിലാണ് ആരുടെയും സഹായമില്ലാതെ നേരിട്ടൊരു പ്രത്യാക്രമണം നടത്തി അവർ മുന്നോട്ട് വരുന്നത്. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. യമനിലെ ഹൂത്തികളെയോ ഹിസ്ബുള്ളയെയോ ഇറാഖ് മിലിഷ്യയെയോ ഒന്നും പ്രകടമായി അവർ രംഗത്തേക്ക് കൊണ്ടുവന്നില്ല. ഞങ്ങൾക്കൊരു പ്രതിരോധം തീർക്കണം, ഞങ്ങൾ വീഴുന്നു, ഞങ്ങൾക്ക് മാത്രമായത് താങ്ങാനാവില്ല എന്ന് പറഞ്ഞൊരു പ്രതിരോധം തീർക്കാൻ അവർ ക്ഷണിച്ചില്ല. ഒറ്റയ്ക്ക് നിന്ന് അവർ ശത്രുരാജ്യങ്ങൾക്ക് നേരെ തങ്ങളുടെ മണ്ണിൽ നിന്നുകൊണ്ട്, വേറൊരു രാജ്യമല്ല, അമേരിക്ക എന്താ ചെയ്യുന്നത്? അമേരിക്ക ഇറാൻ്റെ ചുറ്റും ബേസുകൾ ഉണ്ടാക്കിയിരിക്കുകയല്ലേ. UAE-യിൽ, കുവൈറ്റിൽ, ബഹ്റൈനിൽ, ഖത്തറിൽ. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്? ഇറാൻ്റെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം കൊടുക്കാനാണെന്നാണ്. യഥാർത്ഥത്തിൽ എന്തിനാണ്? ഇറാനെ ആക്രമിച്ചില്ലാതാക്കാൻ വേണ്ടിയും ഇവരെ വരട്ടി കപ്പം പിരിക്കാൻ വേണ്ടിയാണ്. ഇപ്രാവശ്യത്തെ കപ്പം പിരി ഇനി അങ്ങനെ പണ്ടത്തെ പോലെ നടക്കില്ല. കപ്പയ്ക്ക് നിന്നുപോയി അടിക്ക്. രാജ്യം മൊത്തം സുരക്ഷിതമാക്കാൻ വേണ്ടി കൊണ്ടാക്കിയേക്കുന്ന ബേസിൽ തന്നെ കയറി അടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തോ ഒരു തമാശയാണത്. അപ്പം അതാണ് ആ രാജ്യത്തിൻ്റെ ഒരു സോവർണിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പരമാധികാരം സ്ഥാപിച്ചെടുത്ത ഒരു പോരാട്ടം നടത്തിയെന്ന് പറയുന്നതാണ് അതിന് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമായി പറയുന്നത്. രണ്ടാമത്തേത്, ഈ പാശ്ചാത്യ ശക്തികളുടെ ഒരു അജയ്യത, ഒരു വൻ കരുത്ത്, ഒരു വലിയ കരുത്തുണ്ടെന്ന് പറയുന്ന സാങ്കേതിക വിദ്യയുടെയും ഹുങ്കിൻ്റെയും അധികാരത്തിൻ്റെയും സാമ്പത്തികത്തിൻ്റെയും ഒക്കെ കരുത്തെന്ന ഒരു മിത്തുണ്ടല്ലോ, അത് ഇറാൻ അടിച്ച് തകർത്ത് തരിപ്പണമാക്കിയ ഒരു നിമിഷത്തിൽ
ഇറാൻ വല്ലാതെ സന്തോഷിച്ചിട്ടുണ്ടാവും, വല്ലാതെ അഭിമാനം കൊണ്ടിട്ടുണ്ടാവും. ഡെഫിനറ്റാണ്. ഇസ്രയേലിനെ പോലെ വളരെ കെട്ടിപ്പൊക്കപ്പെട്ട നിർമ്മിതമായ പ്രതിരോധ സംവിധാനങ്ങൾക്കകത്തേക്ക് കടന്നു കയറി ഒരു റീജിയണൽ ഹെഗ്മണി എന്നൊക്കെ പറയാവുന്നത് പോലെ ആ മേഖലയിലെ ഒരു സ്വാധീന ശക്തി എന്താണെന്ന് തെളിയിക്കുന്ന രീതിയിൽ അതിനകത്തു പറന്നിറങ്ങി അവനെ അടിച്ച് തകർക്കാൻ ഈ പറയുന്ന സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെ നേരിടുന്ന ഒരു ഇറാന് കഴിയുന്നു എന്ന് പറഞ്ഞാൽ, ഈ സാമ്പത്തിക ഉപരോധമൊക്കെ പിൻവലിച്ചാൽ ഇവരെ ആര് പിടിച്ചു കെട്ടും എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ ആശങ്ക. ആരെ പിടിച്ചു കെട്ടിയാലും വേണ്ടിയില്ല, ഇല്ലെങ്കിലും വേണ്ടിയില്ല, ഞാനിതും കൊണ്ട് ഓടുവാണെന്നാണ് ട്രംപിൻ്റെ മറുപടി. അതിനെക്കുറിച്ചൊന്നും ഇപ്പം ചിന്തിക്കാൻ സമയമില്ല, ഇപ്പം ഇവിടെ തീർക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആ മിത്തുണ്ടല്ലോ, ആ അജയ്യത എന്ന് പറയുന്ന മിത്ത്, അത് തകർത്തത് ഒരു വമ്പൻ അഭിമാന നിമിഷമായിരിക്കും ഇറാൻ എന്നാണ് പറയുന്നത്. നാലാമത്തത്, ഒരു ഹൈ വോൾട്ട് നാഷണലിസം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുത്തതിൻ്റെ ഒരു വിഗറുണ്ടല്ലോ, ഒരു വിഗർ അത് നമുക്കുണ്ടാവും. ഇപ്പോൾ പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചു, നമ്മുടെ സൈനികരെ വധിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ഒരു പരമോന്നത മേഖലയിൽ കയറി ആക്രമണം നടത്തി, നമ്മുടെ ഈ പറയുന്നത് പോലെ കാശ്മീരിൽ കുറച്ച് നിരപരാധികളായ മനുഷ്യരെ അവർ കൊന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്ന ഒരു ദേശീയതയുണ്ടല്ലോ, ഒരു ദേശീയത. നമ്മുടെ ദേശീയതയിൽ പിന്നെ വേറൊരു കാര്യമുണ്ട്, ആ ദേശീയത ആളി കത്തിക്കുമ്പോൾ ഇതിനകത്ത് ഹിന്ദുവും മുസ്ലിമും തിരിക്കുന്നുണ്ട്, അവിടെ പിന്നെ അതില്ല. ഇറാനകത്തുള്ള ജൂതനും ഇറാനോടൊപ്പമാണ്, ഇറാനകത്തുള്ള ക്രിസ്ത്യാനിയും ഇറാനോടൊപ്പമാണ്, ഇറാനകത്തുള്ള സുന്നിയും ഇറാനോടൊപ്പമാണ്, ഇറാനകത്തുള്ള ഷിയയും ഇറാനോടൊപ്പമാണ്. പുറത്തിറങ്ങാൻ സ്ത്രീകളെ സമ്മതിക്കുന്നില്ലെന്ന് പറയുന്ന കാഴ്ച അത് കെട്ടിപ്പൊക്കിയ വെറും കളവായിരുന്നു എന്ന് ലക്ഷക്കണക്കിന് സ്ത്രീകൾ തെരുവിലിറങ്ങി ടോർച്ച് തെളിച്ച് ട്രംപ് ഒരു രാത്രിയിൽ ഇറാനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നീ വന്ന് ഇറാൻ ഇല്ലാതാക്ക് എന്ന് പറയാൻ വരെ എത്തിക്കുന്ന ഒരു ഹൈ വോൾട്ട് നാഷണലിസം അത് ഇറാനികളുടെ മനസ്സിലുണ്ടാക്കി എന്ന് പറയുന്നത് ഒരു അഭിമാന നിമിഷമായിരിക്കും. അപ്പോൾ ചുരുക്കത്തിൽ ഈ പറയുന്ന ഒരു ഹൈ വോൾട്ട് നാഷണലിസം, സ്വന്തം നിർമ്മിതി കൊണ്ട് നിർമ്മിച്ചെടുത്ത സംഗതികൾ കൊണ്ടൊരു പ്രതിരോധം, പശ്ചിമേഷ്യയിൽ ഈ പറയുന്ന അമേരിക്കയും സംഘവും പറയുന്നതാണ് നടക്കുന്നത് എന്ന് വിറ്റെടുക്കാൻ കഴിയുന്ന ഒരു മിത്ത് അടക്കം ഇതിനെയൊക്കെ പൊളിച്ചു മാറ്റിയ നിമിഷങ്ങളിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ജ്വലിച്ചിട്ടുണ്ടാവും, ഉറപ്പാണ്.